കിട്ടണില്ല ബ്ലോഗർ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹൗസ് വാമിങ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീടിരിക്കലിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ പർച്ചേസിങ് വീഡിയോസും ഉണ്ട് കേട്ടോ. അപ്പോൾ പർച്ചേസിങ് എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഷോർട്ടായിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു. അതെല്ലാം കൂടി മിക്സ്ഡ് ആക്കിയിട്ട് ഒരു വ്ളോഗ് രൂപത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ വീഡിയോയിലായിട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കാണിക്കുന്നത് ഹൗസ് വാമിങ്ങിൻ്റെ 2 ആഴ്ച മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് കിച്ചണിൽ നമുക്ക് സ്റ്റോറിലൊക്കെ എടുത്ത് വെക്കാൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് കണ്ടെയ്നറുകളാണ്. അപ്പോൾ ഇതെല്ലാം ടപ്പർവെയറിൻ്റെ ആണ് കേട്ടോ. ടപ്പർവെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയാം ടപ്പർവെയർ എന്താണെന്ന്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ. പ്ലാസ്റ്റിക് ഇത് കേടുവരുമൊന്നുമില്ല, എത്ര വർഷം കഴിഞ്ഞാലും കേടുവരില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ എടുത്തു വെച്ചിട്ടുള്ളത് 7 വർഷം മുന്നേ എടുത്തിട്ടുള്ള എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ 7 വർഷം മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കേക്കിൻ്റെ ഫീൽഡിൽ വരുന്നതിൻ്റെ മുന്നേ ടപ്പർവെയറിൻ്റെ പാത്രങ്ങളൊക്കെ സെയിൽ ചെയ്യായിരുന്നു. വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് സെയിലിന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് പാത്രങ്ങളാണിത്. സെയിൽ ചെയ്തിട്ട് നമുക്കിങ്ങനെ പാത്രം അതിൻ്റെ കൂടെ ഗിഫ്റ്റൊക്കെ ആയിട്ട് കിട്ടും. അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള, പിന്നെ ഓഫറൊക്കെ വരുന്ന സമയത്തൊക്കെ കുറച്ച് കൂടുതൽ ഇറക്കി വെക്കും. അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടത്. പിന്നെ ഇതിൽ നിന്നാണ് ഞാൻ കേക്കിൻ്റെ ഫീൽഡിൽ വന്നതും കേക്ക് സ്റ്റാർട്ട് ചെയ്തതെല്ലാം. അപ്പോൾ ഇതിനിപ്പം 7 വർഷം പഴക്കമുണ്ട്. പക്ഷേ നമ്മൾ ഒന്നും ഉപയോഗിക്കാത്തതാണ്. എല്ലാം ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഹൗസ് വാമിങ് ഒക്കെ ആയപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് പിന്നെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ് ഇനി എന്തൊക്കെ പാത്രങ്ങളാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളതൊക്കെ കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ഉള്ളത് നമ്മളുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് ചോദിക്കാറുണ്ട് ഫ്രിഡ്ജ് ഏതാണ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹോം ബേക്കേഴ്സിൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ്. നല്ലൊരു ഫ്രിഡ്ജ് വേണം, നല്ല സ്പേസസ്, ഒരുപാട് കേക്കുകൾ നമുക്ക് ആ ഒരു ഫ്രിഡ്ജിൽ വെക്കാൻ കഴിയണം എന്നുള്ളതൊക്കെ അല്ലേ. പിന്നെ എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ എത്രത്തോളം ഒരു ഫ്രിഡ്ജിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നുള്ളത്. പഴയ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയാം. അടുത്തുള്ള വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയി വെക്കാറാണെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ കുറേ പേര് അതിൻ്റെ താഴെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ബുദ്ധിമുട്ടുന്ന എന്തിനാണ്, നല്ലൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചൂടെ, ക്യാഷ് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് വരാറുണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ എന്തായാലും ഈ ഒരു പ്ലാനിങ് ഉണ്ട്, ഹൗസ് വാമിങ് ഉണ്ടല്ലോ, അപ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നീട്ടി പിടിച്ചത് കേട്ടോ. അപ്പോൾ ഇനിയും നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. വീടായി ഫ്രിഡ്ജ് ആയെങ്കിലും പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ളത് തന്നെ നോക്കി വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സനൂപിയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് ഒരു ഷോപ്പിലുണ്ട്, ഈ ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു 2-3 മാസം മുന്നെയാണ് അത് പോയി നോക്കിയത്. അപ്പോൾ ഓക്കെ പറഞ്ഞ് വന്നപ്പോൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ആ സാധനം അവരുടെ അടുത്ത് നിന്ന് സോൾഡ് ഔട്ടായി, ഞങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഈ ഒരു ഫ്രിഡ്ജ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പോൾ തിരൂര് കണ്ണങ്കണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ അവരെ ഗോഡൗണിൽ നിന്നാണ് ഉള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ LGൻ്റെ 630 ലിറ്ററിൻ്റെ ഫ്രിഡ്ജാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഒരുപാട് കേക്കുകൾ വെക്കാൻ കഴിയും. ഞങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരിക എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മളെ വീഡിയോസ് വ്ളോഗൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവണതായിരിക്കും. അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ കിച്ചണിലെ സാധനങ്ങളും ഒരുപാട് നമുക്കിതിൽ വെക്കാൻ വേണ്ടി കഴിയും കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രിഡ്ജ് കണ്ടോ, ഇതിലൊന്നും നമുക്ക് കേക്ക് അധികം വെക്കാൻ കഴിയില്ല. കാരണം സെൻറ്ററിലുള്ള ഈ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കേക്കുകളൊന്നും ഇതിനകത്ത് വെക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രിഡ്ജൊന്നും കേക്കിൻ്റെ യൂസുള്ളവർ വാങ്ങിക്കാതിരിക്കുക കേട്ടോ. അത്യാവശ്യം ക്യാഷ് കൊടുക്കും വേണം, എന്നാലും നമുക്ക് കേക്കിൻ്റെ യൂസിനായിട്ട് ഈ ഒരു ഫ്രിഡ്ജ് നമുക്ക് ഉപകാരമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും വാങ്ങിക്കാതിരിക്കുക. ഇത് ഈ സെൻറ്ററിലുള്ള ഈ ഒരു വടി പോലെ വന്നിട്ടില്ലേ, ഇത് വെച്ച് കഴിഞ്ഞാൽ ബേസ് നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഇതില്ലാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് വാങ്ങിക്കുക.
പിന്നെന്താ പറയുക, അത്യാവശ്യം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 630 ഏകദേശം ഹൈറ്റും അതുപോലെ സൈസും കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രിഡ്ജിക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് ഉള്ളിൽ ഗ്യാപ്പ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങളിങ്ങനെ ഫ്രിഡ്ജ് ഓരോരോ ഷോപ്പിൽ പോയിട്ട് നോക്കുന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസാണ്. കുറേ കടയിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾക്ക് ആ ഒരു ഫ്രിഡ്ജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ LG ഷോറൂമിലോ അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഷോറൂമിലൊക്കെ പോയിട്ട് അവർ പോയിട്ട് ബുക്ക് ചെയ്തിടുക. അതായത് ഇത്രയും വലിയ ഫ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഇറക്കി തരും കേട്ടോ. ഇനി ഞങ്ങൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഫർണിച്ചർ എടുത്തിട്ടുള്ളത് പുത്തനത്താണിയിൽ നിന്നാണ്. പുത്തനത്താണി മലപ്പുറം തിരൂര ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം പുത്തനത്താണി. അവിടെ നിന്നാണ് ഫർണിച്ചർ എടുത്തിട്ടുള്ളത്. നല്ല സെലക്ഷനാണ് കേട്ടോ. ഇവിടെ ഷോപ്പിൻ്റെ പേര് സ്റ്റൈലോ എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവർ വീഡിയോ എടുക്കാനൊന്നും പെർമിഷൻ ഇല്ല. അവർ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവർ അറിയാതെ വീഡിയോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ജസ്റ്റ് നമുക്കൊരു വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കിച്ചണിലേക്കുള്ള മറ്റുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പാത്രങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വീട്ടിലാണ് എല്ലാ സാധനങ്ങളും. ഇവർ ഹൗസ് വാങ്ങിൻ്റെ തലേ ദിവസം ഇതെല്ലാം പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാം വീട്ടിൽ വെച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാ ഐറ്റംസും ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. പിന്നെ നമുക്ക് വീടിരിക്കുന്ന സമയത്ത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു സംഭവം ഈ ഒരു പർച്ചേസിങ് ആണ്. ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യാതെ അതുപോലെ തന്നെ ഗാർഡൻ സെറ്റ് ചെയ്യുക. ഗാർഡനൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇൻഡോർ പ്ലാന്റ്സ് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്നും കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ റെഡി ആയതിൻ്റെ ശേഷം നമുക്ക് ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്യാമെന്നാണ് പ്ലാനിങ്. അപ്പോൾ ഇൻഡോറായിട്ട് കുറച്ച് പോട്ടുകൾ വാങ്ങിക്കുക, അങ്ങനെയുള്ളൂ. ഒരുപാടൊന്നും സെറ്റ് ചെയ്യാനുള്ള ടൈമില്ല. കാരണം ഈ ഒരു പർച്ചേസിങ് ടൈമിലല്ല നമ്മൾ കേക്കിൻ്റെ വർക്ക് ചെയ്യണം. എൻ്റെ വർക്ക് ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഒരു 1 വീക്ക് മുന്നായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ഈ ഒരു പർച്ചേസിങ്ങും എല്ലാം ഇതിൻ്റെ ഇടയിലുണ്ട്. അതുപോലെ വർക്ക് വരുന്നതും ചെയ്തിരുന്നു. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ് സമയത്ത് സനൂപിയനെ ഏൽപ്പിക്കാറായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള പോട്ടുകളൊക്കെ വാങ്ങിച്ചത് ഈ ഷോപ്പിൽ നിന്നാണ്. ഇത് BP അങ്ങാടിയിലുള്ള ഷോപ്പ് തന്നെയാണ് കേട്ടോ, നമ്മളെ നാട്ടിൽ തന്നെയാണ്. പിന്നെ ഇതെല്ലാം ഒന്ന് കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം എല്ലാം സെറ്റ് ചെയ്യാനും കൂടി നമുക്ക് ടൈം വേണമല്ലോ. ഇതിലെല്ലാം പ്ലാന്റ് വെക്കണം, പ്ലാന്റ് സെറ്റാക്കി എടുക്കണം. അതൊക്കെ ഒന്ന് വളർന്നതിൻ്റെ ശേഷം, അതായത് ഒരാഴ്ചയേ ഉള്ളൂ. അതിന് ആ ഒരു സമയത്ത് നമുക്കിപ്പോൾ കെയർ ചെയ്യാനും വേണ്ടി കഴിയണമല്ലോ. അപ്പോൾ കുറച്ച് മാത്രം സെറ്റ് ചെയ്ത് പിന്നെ ഇനി ഇരുന്നതിൻ്റെ ശേഷം ചെയ്യാമെന്നാണ് പ്ലാനിങ് കേട്ടോ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ കേക്കിൻ്റെ ഐറ്റംസ് എല്ലാം ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ ശേഷമാണ് എല്ലാം ഇതുപോലെ ബോക്സിലാക്കിയിട്ടുള്ളത്. പിന്നെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകല്ലേ, അപ്പോൾ എല്ലാം ഒന്നും മിസ്സാവരുത് നമുക്ക്. അതുപോലെ തന്നെ എല്ലാം ബോക്സിലാക്കിയിട്ട് അതിൽ പേര് കൂടി എഴുതിയിട്ടുണ്ട്. എന്തെല്ലാം ഐറ്റംസാണ് ആ ബോക്സിലുള്ളതെന്നുള്ളത് ആണ് ടോപ്പിലായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ പേപ്പറിൽ. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വീട്ടിൽ പോയി പുതിയ വീട്ടിൽ നിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് അത്യാവശ്യം ഇതൊന്നും പെട്ടെന്ന് കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ബോക്സിൽ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ക്ലീനിങ് ആണ് കേട്ടോ. ക്ലീനിങ് ഒരു 2-3 ദിവസം നല്ല ക്ലീനിങ് ആയിരുന്നു. പിന്നെ ഈ ഒരു ക്ലീനിങ് പിന്നെ അതുപോലെ ഈ വർക്കും എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അതൊക്കെ ഒന്ന് റെഡിയായി വന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഗാർഡന്, അതായത് ഫ്രണ്ടിൽ മാത്രം കുറച്ച് ചെടികൾ വെക്കണം എന്നുണ്ടായിരുന്നു. ഒരു വീടായാലും കുറച്ചൊരു ചെടി വേണ്ടേ, ഒരു ഭംഗി തന്നെയല്ല. അപ്പോൾ കുറച്ച് ചെടി വെക്കണം. അപ്പോൾ കുറച്ച് ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് അതിൽ മണ്ണൊക്കെ നിറയ്ക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ദിവസം പുറത്തിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇനി നേരെ അകത്ത് വെക്കണമല്ലോ. അപ്പോൾ ഒരു 3-4 ദിവസം പുറത്ത് വെച്ച് സെറ്റായതിൻ്റെ ശേഷം കുറച്ചൊന്ന് ഇരുന്നതിൻ്റെ ശേഷം അകത്തേക്ക് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്.
പിന്നെ അങ്ങനെ ഞങ്ങളിപ്പോൾ എന്താ പറയുക ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇനി ഉള്ളത്. പിന്നെ ഇവിടെ കിച്ചണൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. കിച്ചണിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളെല്ലാം കണ്ടെയ്നറിലെല്ലാം ഒന്ന് ആക്കി വെക്കുകയാണ്. പിന്നെ അതിന് എൻ്റെ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും കൂടിയാണ് കിച്ചണൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് അത്യാവശ്യം വേറെയുള്ള ജോലികൾ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ അന്നത്തെ രാത്രിയാണ് ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം രാത്രിയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്, വീടിൻ്റെ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ വീട്ടിൻ്റെ അകത്ത് എല്ലാം റെഡിയാക്കി വെക്കണം, ക്ലീനിങ്ങും എല്ലാം കഴിയണം അവർ വരുന്ന സമയമാകുമ്പോഴേക്കും കേട്ടോ. പിന്നെ രാവിലെ നമുക്ക് എങ്ങനെ ആയാലും രാവിലെ ആളുണ്ടാകുമ്പോൾ അവർക്ക് വീഡിയോ റൂം എടുക്കലൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ തലേ ദിവസം തന്നെ വന്നിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ആദ്യം എടുത്തിട്ടുള്ള സെൽഫിയാണ് ഇട്ടത് നമ്മൾ പുതിയ വീട്ടിൽ നിന്ന്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതിൽ ഷെയർ ചെയ്തതാണ്. നമ്മൾ വലിയൊരു സ്വപ്നമാണല്ലോ ഒരു വീട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ എടുത്തിട്ടുള്ളൊരു സെൽഫിയാണ്. അപ്പോൾ അന്ന് കുറച്ച് വീഡിയോസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോസ് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി വീടിൻ്റെ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോം ടൂർ ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ബാങ്ക് കൊടുത്ത സമയത്ത് കയറിയിരുന്നു. കിട്ടണില്ല അപ്പോൾ പാല് കാച്ചൽ കഴിഞ്ഞു. പാല് കാച്ചുന്നതും മറ്റുള്ള കാര്യങ്ങളൊന്നും വീഡിയോസിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ എവിടെ നിന്നൊക്കെയോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. അതിന് പിന്നെ അത് കഴിഞ്ഞു എല്ലാവരും, അതായത് ഉസ്താദുമാരൊക്കെ പോയതിൻ്റെ ശേഷം ഓരോരുത്തരായിട്ട് ചായ കുടിക്കുകയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് തിരക്കായിരുന്നു കേട്ടോ. ഫ്രണ്ട്സുകളും ഫാമിലിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ ആയിട്ട് കുറച്ച് നല്ല തിരക്കായിരുന്നു. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒന്നും നടന്നിട്ടില്ല. പിന്നെ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലൊരു ഫംഗ്ഷൻ ആകുമ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത്. അങ്ങനെ പിന്നെ തിരക്കെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസമാണ് കേട്ടത്. പിറ്റേ ദിവസം നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെയാണത്. അപ്പോൾ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഒരു പുതിയ വീട്, അതായത് ഒരു വീടിരിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിലുള്ള ഓരോ കാര്യങ്ങളും നമുക്കൊരു എല്ലാത്തിലും ഒരു പുതുമ ഫീൽ ചെയ്യുമല്ലോ. പിന്നെ എല്ലാത്തിലും ഞാൻ നേരത്തെ സെൽഫി ഷെയർ ചെയ്ത പോലെ തന്നെ എല്ലാം ഓരോരോ നമുക്ക് ഓർമ്മകളാണ്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് പൊട്ടിക്കലും ഒരു പ്രത്യേക ഓർമ്മകളായിട്ട് തോന്നിയിട്ടോ. ഒരു പ്രത്യേക രസം തോന്നി. ഇങ്ങനെ എല്ലാം ഓപ്പൺ ചെയ്യലും അതിൻ്റെ അഭിപ്രായങ്ങൾ പറയലൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും കൂടിയിരുന്നിട്ടാണ് കേട്ടോ അതൊക്കെ പൊട്ടിച്ച് ഇതാക്കണതൊക്കെ.
ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിലും ഒരു പുതുമ നിറഞ്ഞിട്ടുള്ള ഓർമ്മകളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതുപോലെ എൻ്റെ ഓരോ അനുഭവങ്ങളും അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ബോറടി ആയിട്ടില്ല എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കുക. അപ്പോൾ വീടിൻ്റെ എന്താ പറയുക ഹോം ടൂർ നമ്മൾ ഉടൻ തന്നെ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്